നമസ്കാരം. ട്രഡീഷണൽ എന്റർടൈൻമെന്റിന്റെ ട്രഡീഷണൽ സെഗ്മെന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പുരാതനമായ നരിയമ്പാറ കോളേജ് അഥവാ കട്ടപ്പന മലമുകളിലെ കോളേജിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. ഏകദേശം സമുദ്രനിരപ്പിൽ നിന്നും 2600 അടിയോളം ഉയരത്തിൽ വിദ്യാർത്ഥികളും അധ്യാപകരും ചെറുവഴികളിൽ കൂടെ, കല്ലും മണ്ണും നിറഞ്ഞ ചെങ്കുത്തായ വഴികളിൽ കൂടെ നടന്നു കയറിയ കാലവും കൂടിയായിരുന്നു. പ്രാധാന്യം അർഹിക്കുന്ന പുരാതനമായ ഒരു കോളേജ്, നമ്മളുടെ ഇന്നലകളിലേക്ക് വെളിച്ചം വീശുന്ന ഒരു കലാലയ അന്തരീക്ഷം. കട്ടപ്പന കുട്ടിക്കാനം റൂട്ടിൽ നരിയമ്പാറയിൽ നിന്നും തിരിഞ്ഞ് വളരെ ദുർഘടമായ പാതകൾ താണ്ടി മേലെ നരിയമ്പാറ ശബരി ശ്രീ അയ്യപ്പ മഹാവിഷ്ണു ക്ഷേത്രത്തിനോട് ചേർന്നാണ് ഈ സരസ്വതി വിദ്യാലയം സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. തുടർന്നും ഇതുപോലെയുള്ള അറിവുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. പ്രകൃതി കനിഞ്ഞു നൽകിയ ഈ ഒരു മലമുകളിൽ ഭഗവത് സന്നിധിയോട് ചേർന്ന് പുൽമേടുകളിൽ നിന്ന് മന്ദ മാരുതനേറ്റ് ഇടുക്കിയുടെ വിദൂരതയിലേക്ക് നോട്ടമെറിഞ്ഞ് വിദ്യ അഭ്യസിച്ചിരുന്നവർ ഇന്ന് പല ഉന്നത മേഖലകളിലും എത്തിയിട്ടുണ്ടാവാം. അവരിൽ ചിലരെങ്കിലും ഈ ദൃശ്യങ്ങൾ കാണുന്നുണ്ടാവാം. തങ്ങളുടെ ഓർമ്മകളും തങ്ങളുടെ ഊർജവും ഒക്കെ ചെലവഴിച്ച ഈ കെട്ടിടങ്ങളും ഈ ചുമരുകളും ഈ ക്ലാസ് മുറികളും അവർക്ക് പുത്തൻ ഓർമ്മകൾ സമ്മാനിക്കുന്നുണ്ടാവാം. ഏതാണ്ട് 18ഓളം വളവുകൾ കയറി പുൽമേടുകളാൽ സമൃദ്ധമായ ഗിരി ശൃംഖത്തിൽ സ്ഥിതി ചെയ്യുന്ന വളരെ പുരാതനമായ ഈ സരസ്വതി ക്ഷേത്രം ഒരുപക്ഷെ ഇൻഡസ് വാലി സിവിലൈസേഷൻ പോലെയോ മറ്റേതെങ്കിലും സിവിലൈസേഷൻ പോലെയോ ഒരു കാലഘട്ടത്തിന്റെ അവശിഷ്ടമായി വരും വർഷങ്ങളിൽ പരിഗണിക്കപ്പെട്ടേക്കാം. രണ്ട് 3 കിലോമീറ്ററോളം നീണ്ടുകിടക്കുന്ന ദുർഘടമായ വളവുകൾ നിറഞ്ഞ ചെങ്കുത്തായ മല കയറി വേണം ഈ കോളേജിൽ എത്തിച്ചേരുവാൻ. മഞ്ഞും മഴയും സഹിച്ച് 18 വളവുകൾ തിരിഞ്ഞ് ഈ മലയും കയറി വിദ്യ അർത്ഥിച്ചു വന്നവരെയും അതിനേക്കാൾ ഉപരിയായി ഇത്രയും കഷ്ടപ്പാടുകൾ സഹിച്ച് വിദ്യ ദാനം ചെയ്യാൻ സന്നദ്ധരായ ഗുരുനാഥന്മാരെയും മനസ്സാൽ സ്മരിച്ചുകൊള്ളുന്നു. ചരിത്രത്തിന്റെ ഏടുകളിൽ 68 കാലഘട്ടങ്ങളിൽ ദേവസ്വം ബോർഡിന്റെ കീഴിൽ ആരംഭിച്ച ഈ കോളേജ് ഏതാണ്ട് 10 വർഷത്തോളം 78 കാലഘട്ടത്തിൽ വരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോന്നിരുന്നു. എന്നാൽ കോളേജിൽ എത്തിച്ചേരുവാനുള്ള ബുദ്ധിമുട്ടുകൾ മൂലമുണ്ടായ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് ഏതാണ്ട് 1978 കോളേജിന്റെ പ്രവർത്തനം നിലയ്ക്കുകയായിരുന്നു. ഇതും ഒരു കലാലയമായിരുന്നു. ഇവിടെ ഈ ക്ലാസ് മുറികളിലും ഈ വരാന്തകളിലും ഈ ക്യാമ്പസിലും ഓടി നടന്ന യൗവനങ്ങൾ ഒരു കാലത്തുണ്ടായിരുന്നു. ഇവിടെ ഇരുന്ന് പഠിച്ചവർ, ഈ ബോർഡ് വീക്ഷിച്ചിരുന്നവർ, ഈ ബോർഡിനു മുൻപിൽ ഒരു സ്റ്റേജും ഈ സ്റ്റേജിൽ കുട്ടികളെ നോക്കി വിദ്യ പകർന്നു നൽകിയ ഗുരുക്കന്മാർ, ഈ 4 ചുവരുകൾക്കുള്ളിലെ ഡെസ്കിലും ബെഞ്ചിലും ചൈതന്യം പകർന്നുകൊണ്ട് ഒരു കാലഘട്ടത്തിൽ ശബ്ദ കോലാഹലങ്ങളാൽ ഈ ഒരു പ്രദേശത്തെ പ്രസരിപ്പിച്ചിരുന്നവർ. ഒരുപക്ഷെ അവര് ചിലരെങ്കിലും ഇന്നിത് കാണുന്നുണ്ടാവാം.
വരും തലമുറയ്ക്ക് ചരിത്രത്തെക്കുറിച്ച് കുറച്ചൊക്കെ അറിവുകൾ പകർന്നു നൽകാൻ ഈ അവശേഷിപ്പും കാത്തുസൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. പുരാവസ്തു വകുപ്പുകളോ മറ്റ് എന്തെങ്കിലും സംവിധാനങ്ങളിൽ കൂടെ ഈ സാംസ്കാരിക അവശേഷിപ്പ് സംരക്ഷിക്കേണ്ടത് ഇന്നത്തെ സമൂഹത്തിന്റെ ബാധ്യതയും കൂടിയാണ്. ഗുരുശിഷ്യ ബന്ധത്തിന്റെ ഊഷ്മളത അനുഭവിച്ചിരുന്ന ഈ ഭിത്തികൾക്കുള്ളിൽ ഇന്ന് കാടും പടലും മറ്റ് ക്ഷുദ്രജീവികളും വളർന്നു കിടക്കുന്ന വളരെ ദുഃഖകരമായ ഒരു അന്തരീക്ഷമാണുള്ളത്. ഈ ഒരു പൈതൃകം കാത്തു സൂക്ഷിക്കുവാൻ ഒന്നും കഴിയാത്തതിൽ ചെറിയ ഒരു ദുഃഖത്തോടുകൂടി മറ്റൊരു പൈതൃകം തേടിയുള്ള യാത്ര തുടരുകയാണ്.